ചരിത്രമെഴുത്ത് എന്ന് പറയുന്നത് വ്യക്തിവൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഉള്ളതല്ല എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യമായി അറിയാം. എന്നാൽ ചില ആളുകൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനും വേണ്ടി മനഃപൂർവ്വം ചില കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കും. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ 2 വാർത്തകൾ ചെയ്തിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് മായുന്ന ശംഖുമുദ്ര എന്നാണ്. അത് തിരുവിതാംകൂർ രാജ പരമ്പരയെക്കുറിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് വായിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം. എൻ്റെ ഓൺലൈൻ പതിപ്പ് ഇപ്പോഴും ലഭ്യമാണ്. പുസ്തകം വിപണിയിൽ ലഭ്യമാണോ എന്ന് സംശയമാണ്. കാരണം ഒരു പതിപ്പ് ഞാനും സംഘടിപ്പിക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് വായിച്ചപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് അതിലുള്ള ചരിത്ര നിഷേധങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങൾ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അതിൻ്റെ ഗ്രന്ഥകാരൻ ആ വാർത്ത അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് സൈബർ പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഈ സ്ഥാപനം എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു നടന്ന ഒരു കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് നമ്മുടെ വിഷയം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ് അദ്ദേഹം തിരുവിതാംകൂർ രാജ പരമ്പരയെ ഇത്രമാത്രം അധിക്ഷേപിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുൻ പുസ്തകങ്ങൾ നോക്കിയാൽ അദ്ദേഹം ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ എം ജി ശശിഭൂഷണെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതിനകത്ത് വെൽ വേഴ്സ്ഡ് ആണ്, നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. ഞാൻ നിരവധി തവണ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അഭിമുഖം തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയുമാണ്. തിരുവിതാംകൂർ രാജകുടുംബവുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ എം ജി ശശിഭൂഷൺ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇഷ്യൂ ഒക്കെ വരുന്ന സമയമുണ്ടല്ലോ, നിലവറകൾ തുറക്കണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ സംഭവ പരമ്പരകളൊക്കെ വരുമ്പോൾ എം ജി ശശിഭൂഷൺ കൊട്ടാരവുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ്റെ പോസ്റ്റ് ശശിഭൂഷൺ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു കൊട്ടാരത്തോട്. പക്ഷേ അത് നടന്നില്ല. അതിന് അങ്ങനെ ശുപാർശയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എം ജി ശശിഭൂഷൺ കൊട്ടാരവുമായി തെറ്റുന്നത്. പിന്നീടാണ് കൊട്ടാരത്തിനെതിരെ എങ്ങനെയൊക്കെ പേന ഉന്താമെന്ന് പറഞ്ഞ് പേന ഉന്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെക്കുംഭാഗം മോഹനും അവരൊക്കെ പറയുന്ന ചരിത്ര സംഭവങ്ങൾ കുറേ സാക്ഷിയായി നിൽക്കുന്നുണ്ട്. ചരിത്ര നിഷേധമാണ് ഇദ്ദേഹം നടത്തുന്നതെന്ന് തെക്കുംഭാഗം മോഹൻ്റെ ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. അത് ബോറാണ്. കാരണം ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പകർത്തി വെച്ചിരിക്കുകയാണ് പലതിൽ നിന്നും. അത് വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമല്ല. ചരിത്രം വസ്തുനിഷ്ഠമാകണം, ആത്മനിഷ്ഠവുമാകണം. അത് യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ചരിത്ര പുസ്തകമാണ്. അത് ഒരു പണ്ടത്തെ കൊച്ചു സീത, ആ സൈലമാലുവ, ആലപ്പി അഷ്റഫ്, ഇങ്ങനെ ചില ആൾക്കാരുണ്ടായിരുന്നു പണ്ട്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനൊക്കെ വായിച്ച് പഠിച്ച ആ ഗ്രന്ഥങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചു പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന് നമുക്കൊരു രസമുണ്ട്. അതാണ് വായന ഉണ്ടാക്കി തന്നത്. അതിന് അതേസമയം ഇതുവൻ്റെ പുസ്തകം വായിച്ചാൽ ഒരു ശൈലിയുമില്ല, ഒരു ക്രമവുമില്ല. അതാണ് ഇയാളുടെ പുസ്തകം. ഇതിൽ തന്നെ എല്ലാം പറയുന്നുണ്ട് അദ്ദേഹം. ഇനിയും ഈ പുസ്തകത്തിലെ എടുത്തെടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ, പുസ്തകത്തിലെ തുടക്കം തന്നെ അതിന് ആമുഖ പുസ്തകത്തിന്റെ ടാഗ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നതിനെ നോക്കുക. രാജഭരണത്തിന്റെ അന്ത്യവും തിരുവിതാംകൂറിന്റെ തിരോധാനവും എന്നാണ്. അതിനകത്ത് തന്നെ ആ ഒരു ധാർഷ്ട്യം എന്താണ്, തിരുവിതാംകൂറിന്റെ അധപതനം, തിരുവിതാംകൂറിന്റെ തിരോധാനം എന്ന് തന്നെ പറഞ്ഞാണ് ഈ പുസ്തകത്തിന്റെ തുടക്കം. അതുകൊണ്ട് ആ എഴുത്തിൽ തന്നെ അറിയാം ഇതിൻ്റെ ആണിക്കല്ലിടക്കണം. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുതി തുടങ്ങുന്നത്. ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ശരിക്ക് ചെയ്യേണ്ടത് തിരുവിതാംകൂറിൽ ഇപ്പോൾ ശേഷിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസല്ല, ക്രിമിനൽ കേസ് കൊടുത്താലും കുഴപ്പമുണ്ടാകില്ല. അത്രമാത്രം മോശപ്പെട്ട പരാമർശങ്ങളും ചരിത്രത്തിന് നിരക്കാത്ത കാര്യങ്ങളുമാണ്. ഞാൻ കഴിഞ്ഞ ഒരു വാർത്ത അവതരിപ്പിച്ചപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. 1829 മുതൽ 1937 വരെ ക്ഷേത്രപ്രവേശന വിളംബരം വരെയുള്ള കാലഘട്ടത്തിലെ ആ ഒരു 100-105 വർഷക്കാലത്തെ ചരിത്രം, തിരുവിതാംകൂർ ചരിത്രം, തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്ന നവോത്ഥാന
പ്രക്ഷോഭങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, അതിനൊപ്പം ഈ ഭരണത്തിലിരുന്ന ഭരണാധികാരികൾ കേരളത്തിന് നൽകിയ സംഭാവനകൾ എത്രമാത്രമാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തത് എത്രമാത്രം കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഇന്ന് നോക്കിയാലും കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടിവിടെ. അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഒന്നും ചെയ്യാത്ത, ഈ കാലഘട്ടങ്ങളിൽ യാതൊന്നും ചെയ്യാത്ത, യാതൊന്നും അവശേഷിപ്പിക്കാതെ സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു പോയ ആളുകളാണ് എന്ന തരത്തിൽ ഈ രാജപരമ്പരയാകെ എന്താണ് ഈ പ്രദേശത്തെ ആകെ മുച്ചൂടും മുടിച്ചു കൊണ്ടുപോയ ആളുകൾ എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതി. അതുകൊണ്ടാണ് അദ്ദേഹം പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പോലും മായുന്ന ശംഖുമുദ്ര എന്ന് എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്നാൽ ഈ ശംഖുമുദ്ര പതിപ്പിച്ച കുറേ കെട്ടിടങ്ങൾ, ചുമരുകൾ ഒക്കെ കാണാം. ഇതൊക്കെ മാഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയൊരു വലിയ മഹാപ്രളയമോ വന്ന് ഇതൊക്കെ ഭൂമിക്ക് മണ്ണിനടിയിൽപ്പെട്ടു പോയാലും, ഇനി പിൽക്കാലത്ത് വേറെ ഏതെങ്കിലും പരമ്പരകൾ വന്ന് കുഴിതോണ്ടിയെടുത്താലും ഈ ശംഖുമുദ്രയൊന്നും മാഞ്ഞു പോകില്ലെന്ന് എം ജി ശശിഭൂഷണ് നന്നായി അറിയാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കലിപ്പ് തീർക്കാൻ, രാജകുടുംബത്തോടുള്ള എതിർപ്പ്, അദ്ദേഹത്തിൻ്റെ മകന് അദ്ദേഹം ആഗ്രഹിച്ച ജോലി കിട്ടാത്തതിനുള്ള എതിർപ്പ് തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുതുകയാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് ഈ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. അത് ചരിത്ര വിദ്യാർത്ഥികളോടും ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും, ഈ മനു എസ് പിള്ള, ഇപ്പോൾ പുതിയ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, പുതിയ ചരിത്രകാരന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് അച്ചടക്കത്തോടു കൂടിയാണ് ചരിത്രത്തെ കാണുന്നത്. അവരുടെ പുസ്തകങ്ങൾ എന്തുമാത്രം വിറ്റഴിക്കപ്പെടുന്നുണ്ട്, അവരുടെ ചരിത്ര പുസ്തകങ്ങളോട് ആളുകൾക്ക് എന്തുമാത്രമാണ് അടുപ്പം തോന്നുന്നത്. അല്ലെങ്കിൽ ചരിത്രത്തോട് ഇഷ്ടം തോന്നിയ ആളുകൾ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ ചരിത്രത്തോട് നീതി പുലർത്തുന്നത് കൊണ്ടാണ്. ഈ പുസ്തകം എന്തുകൊണ്ടാണ് വായിക്കപ്പെടാതെ പോകുന്നത്? കാരണം ഇത് ചരിത്രത്തോട് നീതി പുലർത്തുന്നതല്ല, ഇതൊരു കവലപ്രസംഗം പോലെയാണ്. ഒരു ചട്ടമ്പി വന്നു നിന്ന് കവലപ്രസംഗം നടത്തും. നിന്നെ ഞാൻ എടുത്തുകൊള്ളാവടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ എനിക്ക് ഞാൻ ചോദിച്ചത് തന്നില്ല അല്ലേ, ഇത്രയും കാലം ഞാൻ നിനക്ക് കുഴലൂതി നടന്നു, എന്നിട്ട് നീ എന്നെ പുറത്താക്കി, ഞാൻ ചോദിച്ചത് തരാതെ നീ എന്നെ പുറത്താക്കി വിട്ടു. പക്ഷേ ചോദിച്ചത് നീതി അർഹിക്കുന്ന ചോദ്യമല്ല ചോദിച്ചത്, പക്ഷേ അത് തന്നില്ല എന്ന കൊതിക്കറിവ് കൊണ്ടാണ് ഇപ്പോൾ കല്ലേറ് നടത്തുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് ഇതാണോ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടാണോ, ആ രാജപരമ്പരയെയും രാജകുടുംബത്തെയും ഇങ്ങനെ അധിക്ഷേപിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇങ്ങനെ ചരിത്രമാണോ ഇങ്ങനെ വളച്ചൊടിക്കേണ്ടത് എന്നൊരു വലിയ ചോദ്യമാണ്. അതിനും ചരിത്രകാരന്മാർക്ക് മറുപടിയുണ്ട്. ഈ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റേതായ ഐഡൻറ്റിറ്റി വേണം, അതിൻ്റെ സംസ്കാരം വേണം, അതിൻ്റെ ധ്വനി വേണം. ഇതൊന്നുമില്ലാതെ അങ്ങ് നമ്മുടെ നാട്ടിലെ നുണക്കഥ പറയുന്ന പോലെ അങ്ങ് അവിടെയാണ് ചിതറിന്നാൽ ബുദ്ധിഭ്രമമുള്ള ഒരു തന്തയുടെ മകനായിരുന്നു. എടാ, ഇതൊക്കെ ഈ നാട്ടുകാരെ എന്തിനാ അറിയിക്കുന്നത്? ഇനി പറയുന്ന മറ്റു കാര്യങ്ങൾ ആ അദ്ദേഹത്തോടെ പോകണം. ഈ അമ്മ മഹാറാണിമാരെ, രാജപരമ്പരയിൽപ്പെട്ട അമ്മ മഹാറാണിമാരെ അധിക്ഷേപിക്കുന്നത്, ഈ രാജപരമ്പരയുമായി ചേർന്ന് നിന്ന ഉദ്യോഗസ്ഥരെയും അമ്മ മഹാറാണിമാരെയും പറ്റി പറയുന്ന വാക്കുകൾ, അതായത് മണ്ണടിഞ്ഞു പോയ ആളുകളാണ്, മൺമറഞ്ഞു പോയ സ്ത്രീ വ്യക്തിത്വങ്ങളാണ്, അവരെ കുറിച്ച് അധിക്ഷേപിക്കുന്ന വാക്കുകൾ, അവരുടെ ജീവിതം മോശമായിരുന്നു, അവരുടെ മക്കളുടെ ജീവിതം മോശമായിരുന്നു, ഇനി ശ്രീചിത്ര തിരുനാളിൻ്റെ അച്ഛന് മാനസിക രോഗമായിരുന്നു, ആ തരത്തിലൊക്കെ ഉള്ള എഴുത്താണ്. അങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തി ഇവരെ എങ്ങനെ ഒക്കെ അധിക്ഷേപിക്കാം? ഇതിനൊക്കെ എന്താണ് തെളിവുകളുള്ളത്? അങ്ങനെ തെളിവുകൾ നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഇങ്ങനെയൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിന് ഉപോത്ബലകമായ യാതൊരു തെളിവുകളും ഈ പുസ്തകത്തിൽ നിരത്തുന്നതുമില്ല. CP രാമസ്വാമി അയ്യരെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ പുസ്തകത്തിൽ. പക്ഷേ അതിനുള്ള തെളിവുകളൊന്നും ഇദ്ദേഹം പറയുന്നുമില്ല. ഇദ്ദേഹം എവിടുന്നോ കേട്ടറിവ്, അല്ലെങ്കിൽ ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനുള്ളൊരു ചരിത്രകാരൻ എന്നൊരു പേരുണ്ടല്ലോ, ആ പേര് വച്ചിട്ട്, അല്ലെങ്കിൽ കൊട്ടാരവുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് നാട്ടുകാർക്ക് അറിയാമല്ലോ, നാട്ടുകാർക്ക് ഇതിൻ്റെ ഉള്ളുകളി അറിയില്ല. സാധാരണ ജനങ്ങൾക്ക് എം ജി ശശിഭൂഷൺ അറിയാവുന്ന അക്കാഡമിക് ആളുകൾക്ക് പോലും ഇദ്ദേഹം എന്തുകൊണ്ടാണ് കൊട്ടാരത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതെന്നോ, അല്ലെങ്കിൽ രാജകുടുംബവുമായി ഭയങ്കര ബന്ധമായിരുന്നല്ലോ, പെട്ടെന്ന് എന്തുകൊണ്ട് മാറി എന്നൊന്നും കാര്യമറിയാതെ ഇദ്ദേഹം പുറത്തു വരുന്നതെന്ന് ഇങ്ങനെ കല്ലെറിയുമ്പോൾ ആളുകൾ എന്ത് കരുതും? എന്തൊക്കെയോ കുഴപ്പമുണ്ട്, രാജകുടുംബത്തിനാണ് കുഴപ്പം എന്നല്ലേ കരുതും. ഇപ്പോൾ ചെറിയ ഒരു വാഹനവും വലിയൊരു വാഹനവും തമ്മിൽ ആക്സിഡൻറ്റ് പറ്റുന്നു, ഉദാഹരണമാണ്. ഒരു ഓട്ടോറിക്ഷയും ഒരു ബസ്സും തമ്മിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. ആദ്യം നാട്ടുകാർ ആരെയായിരിക്കും അടിക്കുക അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കുക? പോലീസ് ആർക്കെതിരെയായിരിക്കും നടപടിയെടുക്കുക? ബസ്സിൻ്റെ ഡ്രൈവർക്കെതിരെയായിരിക്കും കേസെടുക്കുക. എന്തുകൊണ്ടാണ്? ബസ് ഡ്രൈവർ
എന്താണ് അശ്രദ്ധമായി വാഹനം ഓടിച്ചായിരിക്കും അപകടം ഉണ്ടാക്കിയെന്നായിരിക്കും കേസെടുക്കുക. ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റില്ലെങ്കിൽ പോലും ബസ് ഡ്രൈവർക്കെതിരെയായിരിക്കും നാട്ടുകാർ കല്ലേറും ബഹളം ഉണ്ടാക്കുക. അങ്ങനെ ആയിരിക്കില്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുക. ആ സൈക്കോളജി തന്നെയാണ് ഇവിടെയും. MG ശശിഭൂഷൺ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണ്. അപ്പോൾ കവടിയാർ പാലസ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായി കവടിയാർ വെള്ളയമ്പലം കൊട്ടാരം. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ മാരകമായ തെറ്റ് ചെയ്തു, രാജപരമ്പര എന്തൊക്കെയോ തെറ്റ് ചെയ്തുവെന്ന് സാധാരണ ജനങ്ങൾ കരുതും. പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താണ്? ഇദ്ദേഹം ചോദിച്ച സംഭവം കൊടുക്കാൻ കഴിഞ്ഞില്ല. കൊടുക്കാൻ കഴിയാത്തതിനാൽ നിയമപരമായോ അല്ലെങ്കിൽ നീതി നിർവഹണത്തിൻ്റെ ഭാഗമായോ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്ക് പറ്റില്ല. അവർക്ക് അങ്ങനെ ഇടപെടാൻ കഴിയില്ല. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ചെയ്യുന്ന വ്യക്തികളല്ല അവർ. അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ആണ് ഇമാതിരി ഒരു പുസ്തകം എഴുതി കൊട്ടാരത്തെ താറടിച്ച് കാണിക്കുന്നത്. അതിനെന്താണ്? ഈ പരമ്പര മുഴുവൻ, വേണാട് രാജ്യം മുഴുവൻ, രാജ്യം ഭരിച്ച രാജാക്കന്മാർ, ആ രാജാക്കന്മാരുടെ പേര് പറഞ്ഞത് ആരൊക്കെ? വിശാഖൻ തിരുനാൾ രാജാവ്, ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്ര തിരുനാൾ, അങ്ങനെ തുടങ്ങി ഓരോ രാജാക്കന്മാരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവർക്കൊക്കെ 2 മുഖങ്ങളുണ്ടായിരുന്നു, ആ 2 മുഖങ്ങളെക്കുറിച്ച് നാട്ടിൽ പാട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തത്? അതിന് തെളിവുണ്ടോ? ഇങ്ങനെയൊക്കെ നാട്ടിൽ പാട്ടായിരുന്നു എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. ഒഴുക്കൻ പാട്ടിൽ പറഞ്ഞു പോവുകയാണ് പുസ്തകത്തിൽ. ഈ വായിക്കുന്ന ആളെന്ത് കരുതും? ഈ പുസ്തകം വായിക്കുന്ന എന്നെ നിങ്ങളെയും പോലുള്ള സാധാരണ ചരിത്രം അന്വേഷിച്ച് പോകുന്ന ആളുകൾ എന്ത് കരുതി? ഈ പുസ്തകം വായിക്കുമ്പോൾ MG ശശിഭൂഷൺ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ രാജകൊട്ടാരത്തിൽ പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും. തീർന്നില്ലേ കഥ? അപ്പോൾ ഇതിന് തെളിവുകൾ വേണം. MG ശശിഭൂഷൺ സാറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതിന് തെളിവുകൾ കൊണ്ടുവരൂ. ഇതിന് തെളിവുകൾ വേണം. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജപരമ്പരയിലുള്ള ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങേണ്ടതാണ്. എന്തോ അവരുടെ സാത്വിക മനോഭാവം കൊണ്ടോ അവരുടെ നന്മ കൊണ്ടോ ഇദ്ദേഹത്തിനെതിരെ കേസോ വഴക്കിനോ ഒന്നും പോകാതെ അവരിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ആണ് രംഗത്ത് വന്ന് പറയേണ്ടത്. ഞാനിപ്പോൾ ഒരു പഠിതാവെന്ന നിലയിലോ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംശയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ MG ശശിഭൂഷൺ സാറിനെ ഡിഫാം ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നുമല്ല. ഈ പുസ്തകം നീതിയുടെ ലവലേശം പോലും അർഹിക്കുന്ന പുസ്തകമല്ല. ചരിത്രവുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി നടത്തണം. അതല്ലാതെ ഈ ചരിത്രത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ മെഴുകി വയ്ക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി ഈ മനുഷ്യൻ്റെ, അതായത് രാജകുടുംബത്തിനും രാജപരമ്പരയ്ക്കും നിങ്ങൾ ദോഷം ചെയ്യണമെന്നാണെങ്കിൽ അത് അവരോട് പോയി തീർത്തുകൊള്ളുക. എന്നെ പോലെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഞരങ്ങാമെന്നാണ് ശശിഭൂഷൺ സാറിൻ്റെ ആഗ്രഹമെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ വിമർശിച്ചു കൊണ്ടേയിരിക്കും. ആ വിമർശനം നിങ്ങൾ കേട്ടേ മതിയാവുകയുള്ളൂ. അല്ലാതെ ഈ മാനനഷ്ട കേസ് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാമെന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കും. വായിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിബേറ്റിന് താങ്കൾ തയ്യാറാകുക. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക.